അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ 4ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വിട്ടത് ചേർക്കാം എന്നതാണ്. സബഉൽ മൂബിഖാത്ത് അഥവാ സബഉൽ മൂബിഖാത്തിൻ്റെ വിഷയത്തിൽ ഇവിടെ താഴെ വിട്ടത് ചേർക്കണം. നമുക്ക് നോക്കാം. ചോദ്യം 1, അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ. രണ്ടാമത്തത് സിഹർ, മാരണം ചെയ്യുക. 3, അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക. 4, പലിശ തിന്നുക. 5, അനാഥകളുടെ ധനം ഭക്ഷിക്കുക. 6, ഘോര സമരത്തിൽ നിന്ന് പിന്നോട്ട് ഓടുക. 7, സജ്ജനങ്ങളായ സത്യവിശ്വാസികളെ വ്യഭിചാരാരോപണം നടത്തുക. ഇതാണ് സബഉൽ മൂബിഖാത്ത്, 7 വൻ പാപങ്ങൾ. അതിൽ 2 മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, ബാക്കി 5 എഴുതാനുള്ളതാണ്. 7 സബഉൽ മൂബിഖാത്ത് വിട്ടത് ചേർത്ത് എഴുതുക എന്നതാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരിക്ക് ശരി എന്ന് നൽകാം. ചോദ്യം 1, കിബറുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും, വെറുക്കും. ഇതിലേതാണ് ശരി? വെറുക്കും എന്നുള്ളതാണ് ശരി. ചോദ്യം 2, വിനയമുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും. 3, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ അതിസമ്പന്നനായിരുന്നു ഖാറൂൻ. ചോദ്യം 4, എല്ലാവരും നന്നാവണം എന്നാണ് നല്ലവർ ചിന്തിക്കുക. ചോദ്യം 5, ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി. ചോദ്യം 6, അൽ ഖംറു മിഫ്താഹു കുല്ലി ഷെർരിൻ. ചോദ്യം 7, ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് പിശുക്ക്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1, അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൽ നിന്ന് 2 എഴുതുക. ഉത്തരം: അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. 1, വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക, ജനങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു കളയുക, പൊങ്ങച്ചം പറയുക. ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. ചോദ്യം 2, അക്രമത്തിൽ പെട്ട കാര്യങ്ങൾ. 1, മനുഷ്യരെ ശാരീരിക ഉപദ്രവം ചെയ്യുക, അവരുടെ ധനത്തിൽ കൈകടത്തുക, അവരുടെ അഭിമാനം തകർക്കുക. ഇതിൽ നിന്ന് 2 എഴുതുക. ചോദ്യം 3, നാം മിതത്വം പാലിക്കേണ്ട കാര്യങ്ങൾ. ഉത്തരം: ഭക്ഷണം, വസ്ത്രം, കരണ്ട്, വീട്ടുപകരണങ്ങൾ. ഇതിൽ നിന്ന് 2 എഴുതുക. ചോദ്യം 4, 4ാം ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്, അഥവാ പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. ചോദ്യം 1, ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബിരിൻ. ചോദ്യം 2, ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറു അൽ ഹതബ. ചോദ്യം 3, മനസ്സിലുള്ള ദുഷിച്ച ചിന്ത മനസ്സിനെ മലീമസമാക്കും, ശരീരത്തെ തളർത്തും. ചോദ്യം 4, മദ്യപാനിയുടെ ഇഹലോകത്തെ ശർഈയായ ശിക്ഷ 40 അടിയാണ്. ചോദ്യം 5, ത്വീനത്തുൽ ഖബാൽ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലമാണ്. ചോദ്യം 6, വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് 3 ദിവസമാണ്.
ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? ഉത്തരം: നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവരെ. ചോദ്യം 2. നരകത്തിലെ തീക്കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത്? ഇത് ആരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉത്തരം: കയ്യിൽ സ്വർണ്ണമോതിരം അണിഞ്ഞ ഒരാളോട് അഥവാ ഒരു പുരുഷനോട്. സ്വർണ്ണ മോതിരം അണിഞ്ഞ ഒരു പുരുഷനോട്. ചോദ്യം 3. മുറിവുള്ള വിരലിൻ്റെ പ്രയാസത്തിൽ ശരീരം പങ്കുകൊള്ളുന്നത് എങ്ങനെയാണ്? ഉത്തരം: രാത്രി ഉറക്കം വരില്ല. ചോദ്യം 4. ചെറുസംഘങ്ങൾ ആർക്കാണ് സലാം പറയേണ്ടത്? ഉത്തരം: വലിയ സംഘത്തോട്. ചോദ്യം 5. രോഗികളെ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസവാക്ക് എന്താണ്? ഉത്തരം: ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ചോദ്യത്തിൻ്റെ 6-ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ഉമ്മയുടെ കാൽ കീഴിലുള്ള സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം. ഉമ്മയുടെ കാൽ കീഴിലുള്ള സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം. ചോദ്യം 2. നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 3. ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹ്. നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.